സലീം കുമാറിന് വിട നൽകാൻ ഒരുങ്ങി സാംസ്കാരിക കേരളം. കൊച്ചി അമൃത ആശുപത്രി ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാറിൻ്റെ അന്ത്യം സംഭവിച്ചത്. 8 മണിയോടെ ഭൗതിക ശരീരം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്ന് 9 മണിയോടെ രാവിലെ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ സംസ്കാര ചടങ്ങ് ആരംഭിക്കും. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് KR ഗോപികൃഷ്ണനും അതുപോലെ വിഷ്ണു സുരേഷും പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിൽ നിന്ന് പ്രജിൻസി കണ്ണനും അതുപോലെ പറവൂരിൽ നിന്ന് ലാൽകൃഷ്ണയും പറവൂരിലെ സലീം കുമാറിൻ്റെ വീട്ടിൽ നിന്ന് ലിഡിയ ജേക്കബും ചേരും. അതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും എനിക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം KR ഗോപികൃഷ്ണനിലേക്ക്. ഗോപി, ശരിക്കും അവിടെ നമ്മുടെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സിനിമാ പ്രേമികളൊക്കെ എത്തിത്തുടങ്ങിയോ? എന്താണ് അവിടുത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്? SK, ഞാനിപ്പോൾ ഉള്ളത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമൃത ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലാണ്. സലീം കുമാറിൻ്റെ മൃതശരീരം ഏതാണ്ട് 8-8:15 കൂടിയാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പറവൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അല്പം മുൻപ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന സണ്ണി വെയിനാണ്. ഇന്നലെ ദിലീപ്, നാദിർ ഷാ, രമേശ് പിഷാരടി എന്നിവരൊക്കെ എത്തിയിരുന്നു. വൈകാതെ തന്നെ സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് മഞ്ഞിൽ MT എഴുതിയ ആ വരികൾ അത് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ജീവിത സന്ദർഭം കൂടിയായി സലീം കുമാറിൻ്റെ ഈ 56-ാം വയസ്സിലെ വിയോഗം മാറുകയാണ്. തീർത്തും അവിചാരിതവും അവിശ്വസനീയവുമായി സലീം കുമാറിൻ്റെ മരണം, ഈ വിയോഗ വാർത്ത നമ്മളെ തേടിയെത്തുകയായിരുന്നു. സലീം കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം മൂർച്ചയുള്ള ഹാസ്യത്തിലൂടെ മലയാളി പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു എന്നത് മാത്രമല്ല, സമൂഹത്തിൽ ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിത്വമായി സലീം കുമാർ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിൽ സജീവമായിരുന്നപ്പോഴും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലുമൊക്കെ സലീം കുമാർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. അതുകൊണ്ടാണ് സലീം കുമാറിൻ്റെ വിയോഗം എന്നത് ഓരോ മലയാളിയെ സംബന്ധിച്ചും കുടുംബത്തിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട ഒരു പ്രതീതിയായി ഉണ്ടാക്കിയിരിക്കുന്നത്. 56-ാം വയസ്സിലാണ് സലീം കുമാർ നമ്മളെ വിട്ടു പോകുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരുപക്ഷെ സലീം കുമാറിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക SK ഏറ്റവും സത്യസന്ധനായ ഒരു കലാകാരൻ എന്നാണ്. വളരെ സുതാര്യമായ പെരുമാറ്റത്തിലൂടെയും വളരെ വ്യക്തതയുള്ള ചിന്തയിലൂടെയും മൂർച്ചയുള്ള ഹാസ്യത്തിലൂടെയുമാണ് സലീം കുമാർ ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നിറഞ്ഞു നിന്നിരുന്നത്. ഒരു കാര്യത്തിലും കാപഢ്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ നിലപാടുകളും വിശ്വാസങ്ങളും ഒക്കെ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയാനും ഒരു തരത്തിലും ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെ ഭാഗമായി പ്രവർത്തിക്കാനും ഒന്നും തന്നെ സലീം കുമാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ശ്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ നിലയ്ക്കായിരിക്കും കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും സലീം കുമാർ വീടിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്നലെ ശാരീരിക അസ്വസ്ഥതകൾ മൂർച്ഛിച്ചപ്പോഴാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ആരോഗ്യനില വഷളായപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. രാത്രി ഏതാണ്ട് 10:45 കൂടിയാണ് സലീം കുമാറിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ ഇനി പറവൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോവുക ഏതാണ്ട് 8:15-8:30 കൂടിയായിരിക്കും. അതിനുശേഷം 9 മണിക്ക് പറവൂർ ടൗൺ ഹാളിൽ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ അദ്ദേഹത്തിന് അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അവസരമുണ്ടാകും. അതിനുശേഷം പറവൂരിലെ വീട്ടുവളപ്പിൽ വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കലാകാരൻ എന്ന നിലയിൽ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൻ്റെ രാഷ്ട്രീയ നിലപാടാണെങ്കിലും സാമൂഹിക വിഷയങ്ങളിലെ അഭിപ്രായങ്ങളാണെങ്കിലും തുറന്നു പറയാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ലാത്ത കലാകാരനാണ് സലീം കുമാർ. അവസാന കാലങ്ങളിലും അദ്ദേഹം സജീവമായി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്നിരുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ വേദികളിൽ ഉണ്ടാവുകയും അതിനുശേഷം കോൺഗ്രസിൻ്റെ ഒരു ആശയപ്രചാരകൻ എന്ന നിലയിലൊക്കെ സലീം കുമാർ സജീവമായിരുന്നു. മാത്രമല്ല, VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ ചടങ്ങുകളിലും സലീം കുമാറിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അങ്ങനെയും ഈ 56-ാം വയസ്സിൽ വളരെ ചെറുപ്രായത്തിലാണ് അദ്ദേഹം മടങ്ങുന്നതെങ്കിൽ പോലും അവസാന നാളുകളിൽ വരെ വളരെ സജീവമായി തന്നെ സലീം കുമാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ സലീം കുമാറിൻ്റെ വിയോഗം ആ അർത്ഥത്തിൽ തീർത്തും അവിശ്വസനീയവും അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതുമാണ്. നേരത്തെ SK താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കുടുംബവുമായി, ഫ്ലവേഴ്സ് കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് സലീം കുമാർ. പിന്നെ താങ്കൾ വ്യക്തിപരമായി താങ്കൾക്കുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഓർത്തെടുക്കുന്ന ഒരു സന്ദർഭം, ഞാൻ മറ്റൊരു ചാനലിൽ പ്രവർത്തിച്ചപ്പോൾ സലീം കുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ലയിൽ പോയതാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചും പലതരത്തിലുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്ന ഒരു കാലമായിരുന്നു. പല സന്ദർഭങ്ങളിലും സലീം കുമാർ നമ്മളെ വിട്ടു പോയി എന്നൊക്കെയുള്ള പല പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നാട്ടുകാർ എൻ്റെ മരണം ഇതിനു മുൻപ് എത്രയോ തവണ കുറിച്ചു കഴിഞ്ഞതാണ് എന്ന് വളരെ
ഹാസ്യം നിറഞ്ഞ മറുപടിയാണ് സലീം കുമാർ നൽകിയത്. മാത്രമല്ല അന്നൊരു വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലായിരുന്നു അന്ന് സംസാരിച്ചതെങ്കിൽ പോലും ലോഫിംഗ് വില്ലയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയെക്കുറിച്ച് പറയാനും അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാനും സിനിമയിലുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അപ്പോഴെല്ലാം മാധ്യമപ്രവർത്തന നിലയിൽ എനിക്ക് അനുഭവപ്പെട്ടത് മറയില്ലാതെ കാര്യങ്ങൾ പറയുകയും ആരെയും ഭയക്കാതെ സ്വന്തം നിലപാടുകൾ പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് സലീം കുമാർ എന്നതാണ്. ഏതായാലും SKN അല്പസമയത്തിനകം 8 മണിയോടുകൂടി മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതിനുശേഷമാണ് ജന്മനാടായ പറവൂരിലേക്ക് സലീം കുമാറിന് മൃതശരീരം കൊണ്ടുപോവുക. KR ഗോപികൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്ന്. അമൃത ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. മാത്രമല്ല ഇന്നലെ 2-3 തവണ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ സ്വകാര്യമായി നമ്മോട് പറഞ്ഞത്. ഇനി ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം ഇന്നലെ പകൽ തന്നെ ഏതാണ്ട് വ്യക്തമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.